മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന കാഴ്ച നാം കാണുന്നു. ഏറ്റവും അടുത്ത ദിവസത്തിൽ നടന്ന ഒരു സംഭവമാണല്ലോ വയനാട്. ആ ഉരുൾപൊട്ടലിലൂടെ 300-ലധികം പ്രിയപ്പെട്ടവര് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയത്. തലേ ദിവസം തങ്ങളുടെ സഹോദരന്മാരുമായിട്ടൊക്കെ സ്നേഹം പങ്കുവെച്ച് ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷമായി പിരിഞ്ഞ പല പ്രിയപ്പെട്ടവരും അടുത്ത ദിവസങ്ങളിൽ കേട്ട വാർത്ത തങ്ങളുടെ സമശിഷ്ടങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെയും മണ്ണിൽ ഒലിച്ചുപോയി. ഇതിൻ്റെയൊക്കെ കാരണങ്ങളെക്കുറിച്ച് നാം വളരെ വിശദമായി പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവം ഒരുവനുണ്ട്. ആ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യന് ദൈവകൽപ്പന അനുസരിക്കാതിരിക്കുവാൻ പ്രേരണ കൊടുത്ത് പ്രലോഭനം കൊടുത്ത് മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച ഒരു പ്രതിയോഗിയെക്കുറിച്ച് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ആ പ്രതിയോഗിക്ക് പറഞ്ഞിരിക്കുന്ന പേരാണ് പിശാച്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് യോഹന്നാന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സർവലോകവും ദുഷ്ടന്റെ അധീനതയിൽ ആയിരിക്കുന്നു. സർവലോകവും ദുഷ്ടന്റെ അധീനതയിലാണ് എന്ന് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് വിളിച്ചു പറയുക. ദൈവത്തിന്റെ വകയായ ഈ പ്രപഞ്ചം ദുഷ്ടന്റെ കൈകളിൽ അകപ്പെട്ടിരിക്കുന്നു. ദുഷ്ടൻ എന്ന് പറയുന്നത് പിശാചിനെയാ, കള്ളൻ എന്ന് പറയുന്നത് പിശാചിനെയാ. വിവിധ പേരുകൾ പിശാചിന് വേദപുസ്തകത്തിൽ കാണാം. ആയതുപോലെ സർവശക്തനായ ദൈവത്തിന്റെ വിവിധ പേരുകളും കാണുവാൻ കഴിയും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിതം പഠിച്ചാൽ പൗലോസ് ക്രിസ്തു മാർഗക്കാരെ കൊന്നുമുടിക്കുവാൻ നടന്ന തന്റെ മത ചിന്തയ്ക്കനുസരിച്ച് യഹൂദ മതത്തിന് എതിരായിരുന്ന ഒരു മാർഗമാണ് യേശുക്രിസ്തുവിന്റെ മാർഗം. ആയതുകൊണ്ട് ആ യേശുക്രിസ്തുവിന്റെ മാർഗം വിശ്വസിക്കുന്നവരെ അനുസരിക്കുന്നവരെ കൊന്നുമുടിക്കുവാൻ നടന്ന ഒരു മനുഷ്യൻ ദമസ്കസ് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സന്ദർശനം അനുഭവിക്കുവാനിടയായി. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇങ്ങനെ വിളിച്ചു ചോദിച്ചു: ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അപ്പോൾ ചോദിച്ചു: കർത്താവേ, അവിടുന്ന് ആരാകുന്നു? നീ ഉപദ്രവിക്കുന്ന നസ്രയനായ യേശുക്രിസ്തു ആകുന്നു ഞാനെന്ന് ഒരു ശബ്ദവും കേട്ടു, ശക്തമായ ഒരു വെളിച്ചവും കണ്ടു. ഈ അനുഭവം തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു ക്രിസ്തു മതവിശ്വാസി എന്നല്ല, ക്രിസ്തുവിന്റെ മാർഗം സ്വീകരിച്ച, യേശുക്രിസ്തുവിനെ അനുഗമിച്ച, യേശുക്രിസ്തുവിന്റെ ശിഷ്യനെ ഉപദ്രവിച്ച ആ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കി: ക്രിസ്തുവിന്റെ മാർഗക്കാരെ ഉപദ്രവിക്കുന്നത് ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്ന യാഥാർത്ഥ്യം പൗലോസ് മനസ്സിലാക്കി. ആ പൗലോസ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ പൈതലായി തീർന്നു. ആ പൗലോസ് 14 ലേഖനങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. അതിലൊരു വാക്യമാണ്: സർവലോകവും ദുഷ്ടന്റെ അധീനതയിലാണ്. ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തെ
വീണ്ടെടുക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കി. എങ്ങനെയാണ് ദൈവത്തിൻ്റെയായ ഈ ഭൂമി ദുഷ്ടന്റെ അധീനതയിലായത്? ദൈവം സൃഷ്ടിച്ച മനുഷ്യനോട് ദൈവം പറഞ്ഞു, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം മനുഷ്യനെ കൊണ്ട് പിശാച് ചെയ്യിപ്പിച്ചപ്പോൾ മനുഷ്യനിൽ പാപം കടന്നുകൂടി. ആ പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ച പിശാചിന് വേദപുസ്തകത്തിൽ സർപ്പമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പാപിനെ ദൈവം ശപിച്ചു, ഈ ഭൂമിയെ ശപിച്ചു. ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ ദുഷ്ടന്റെ ആവാസ കേന്ദ്രമാണ്. അതുകൊണ്ടാണ് നാം ദൈനംദിന ജീവിതത്തിൽ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന സംഭവങ്ങൾ, തന്നെ പ്രസവിച്ച അമ്മയെ വെട്ടിക്കൊന്ന് ചാക്കിലാക്കി വലിച്ചെറിയുന്ന മക്കൾ, അതുപോലെ തനിക്ക് ജന്മം നൽകിയ പിതാവിന് കൊല ചെയ്യുന്ന മക്കൾ, സ്വന്തം മക്കളെ കൊല ചെയ്യുന്ന മാതാപിതാക്കൾ, താൻ നൊന്ത് പ്രസവിച്ച പിഞ്ചു കുഞ്ഞിനെ നടുറോഡിലേക്ക് വലിച്ചെറിഞ്ഞ് കൊല ചെയ്യുന്ന അമ്മമാർ, അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ദൈനംദിന ജീവിതത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മനുഷ്യൻ ചില അഭിപ്രായങ്ങൾ പറഞ്ഞതിന് ശേഷം അവരവരുടെ വഴിക്ക് പോകും. എത്ര കൊടിയ സംഭവങ്ങൾ നടന്നാലും അത് ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ മാത്രമേ അതിന്റെ വ്യാപ്തി നിലനിൽക്കുന്നുള്ളൂ. മനുഷ്യൻ ഒന്ന് വിട്ട് മറ്റൊന്നിലേക്ക് കടക്കുകയാണ്. ഉദാഹരണമായിട്ട് നമ്മുടെ വീടുകളിലിരിക്കുന്ന TV-യിലൂടെയൊക്കെ, വാർത്താ മാധ്യമങ്ങളിലൂടെ പല വാർത്തകളും നാം കേൾക്കും. ഈ വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രിയപ്പെട്ടവര് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ ആ വാർത്തയെക്കുറിച്ച് പറയും. അപ്പോൾ മറ്റൊരു വാർത്ത കിട്ടും. ആ വാർത്തയിലേക്ക് തിരിയുമ്പോൾ ഈ പഴയ വാർത്ത അവരങ്ങ് മറക്കുകയാണ്. അതാണ് ലോകത്തിന്റെ വ്യവസ്ഥ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിയോഗത്തോടെയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിയോഗത്തോടെ എഴുതപ്പെട്ടിരിക്കുന്ന ഈ തിരുവചന സത്യങ്ങൾ ഇത് ദൈനംദിന ജീവിതത്തിൽ നാം പത്രങ്ങൾ വായിക്കുന്നത് പോലെ ഒരു കയ്യിൽ ദിനവൃത്താന്ത പുസ്തകം, അതായത് മനോരമ പോലുള്ള പത്രങ്ങളും മറ്റൊരു കയ്യിൽ സത്യവേദ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് വായിച്ചു നോക്ക്, ധ്യാനിച്ചു നോക്ക്. ദൈനംദിന സംഭവങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഭൂമി പൊടുപടെ പൊട്ടും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, ഇങ്ങനെ അനവധിയായ വിഷയങ്ങളെക്കുറിച്ച്, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, ഇങ്ങനെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന്റെ എല്ലാം പിന്നില് പ്രേരക ശക്തി എന്ന് പറഞ്ഞാൽ, ഈ ദുഷ്ടന്റെ അധീനതയിൽ കഴിയുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം. പാപത്തെ വിട്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിക്കുകയും ദൈവത്തിന്റെ മക്കളായി തീരുകയും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആയതുകൊണ്ട് കാലാകാലങ്ങളിൽ ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാര് ഗ്രാമങ്ങൾ തോറും പട്ടണങ്ങൾ തോറും കടന്നു ചെന്ന് ഈ സുവിശേഷം അറിയിക്കുകയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വിശേഷം, സുവാർത്ത, നല്ല വാർത്ത.
ഇന്ന് മനുഷ്യന് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാർത്ത അത് സുവിശേഷമാണ്. സുവിശേഷം മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തെ പാപത്തിന്റെ വഴിയിൽ നിന്ന് മോചിപ്പിക്കുന്നു. മനുഷ്യന് സമാധാനം നൽകുന്നു. കുടുംബ ജീവിതങ്ങളിൽ സ്വസ്ഥത നൽകുന്നു. എല്ലാ നിലയിലും സുവിശേഷം മനുഷ്യന് നന്മ ചെയ്യുമ്പോൾ സുവിശേഷത്തിന്റെ വിരോധിയായ പിശാച്, ആ പിശാചിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കള്ളനെന്നാണ്. കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും നശിപ്പിക്കുവാനുമായിട്ട് വരുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർ മാത്രമേ മദ്യപാനികളായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് പുരുഷന്മാരെക്കാളും അപ്പുറമായിട്ട് സ്ത്രീകളും മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉഗ്രവിഷമുള്ള മയക്കുമരുന്നുകള് ഇങ്ങനെ മനുഷ്യന്റെ മസ്തിഷ്കത്തെ തകർക്കുന്ന ആ കൊടിയ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ലോകം നിത്യനാശത്തിലേക്ക് പോകുക. ഈ നിത്യനാശത്തിൽ നിന്ന് ഒരുവനെങ്കിലും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ദാസന്മാർ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രദേശങ്ങളിൽ കടന്നു വന്ന് ഈ സത്യത്തിന്റെ മാർഗമായ യേശുക്രിസ്തുവിന്റെ മാർഗത്തെ ഞങ്ങൾ വിളിച്ചറിയിക്കുന്നത്. ഒരു മദ്യപാനി മാനസാന്തരപ്പെടുമ്പോൾ ആ വ്യക്തി ജീവിക്കുന്ന ഭവനം സന്തോഷിക്കുന്നു. ഒരു കുടുംബം മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ ആ സമൂഹം സന്തോഷിക്കുന്നു. അപ്പോൾ മനുഷ്യന് സന്തോഷം നൽകുവാൻ കഴിയുന്ന ഏകമാർഗം യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. ഈ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ നശിപ്പിക്കുവാനല്ല, മനുഷ്യനെ രക്ഷിക്കുവാനാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ മഹാസ്നേഹത്തെക്കുറിച്ചാണ്, ആ മഹാസന്തോഷത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചുകൊണ്ട് യൗവനക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങളും മറ്റനേകരും നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ ആ നാശത്തിലേക്ക് പോകുന്നത് എവിടെയാണ് ചെന്നെത്തുന്നത്? വേദപുസ്തകത്തിൽ പറയുന്നു, സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവുമാണ്. ഇടുക്കുവാതിലൂടെ കടക്കുന്നവർ ചുരുക്കമാണ്. പാതാളത്തിലേക്കുള്ള വഴി വിശാലമാണ്. അതിലൂടെ കടക്കുന്നവർ അനേകരാണ്. അപ്പൊ നിത്യനാശത്തിലേക്ക് പോകുന്നവർ അനേകരാണ്. ഈ അനേകരിൽ നിന്ന് ചിലരെയെങ്കിലും രക്ഷയുടെ സന്തോഷത്തിലേക്ക് മടക്കി വരുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചറിയുന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിത് വിളിച്ചു പറയുന്നത്. എൻ്റെ പേര് മോഹനൻ. 1993 വരെ യേശുക്രിസ്തു